$88 ബില്യൺ അധിക ഫണ്ട് US കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ബാക്കി സെറ്റിൽമെന്റുകളും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ കാശില്ല, അപ്പോ അതിന് വേണ്ടിയിട്ട് പൈസ ചോദിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ എന്തിനൊക്കെ ഇപ്പൊ ഈ 88 ബില്യൺ ഇവരെ വകയിരുത്തുന്നേ? അതില് $21 ബില്യൺ ആയുധങ്ങൾക്കും മറ്റ് സൈനിക സജ്ജീകരണങ്ങൾക്കും, പിന്നെ $17.3 ബില്യൺ സൈനിക പ്രവർത്തന ചെലവുകൾക്ക്, പിന്നെ $12.1 ബില്യൺ രഹസ്യ പദ്ധതികൾക്കുമായാണ് വിനിയോഗിക്കുക പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിന്റെ ഭൂരിഭാഗം ഫണ്ടും പോകുന്നത് പെന്റഗണിനും കൂടിയാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും യുദ്ധം കഴിഞ്ഞ് ഇറാനുമായിട്ട് ഒരു കരാറിൽ എത്തിയതിനു ശേഷം, ഹോർമൂസ് ഒക്കെ തുറന്നതിന് ശേഷം വീണ്ടും കഴിഞ്ഞ യുദ്ധത്തിന് വീണ്ടും എന്തിനാണ് ഈ പൈസയുടെ ആവശ്യം? അപ്പോഴാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. അതെന്താണെന്നറിയോ? ഈ യുദ്ധം അവസാനിച്ച സമയത്ത് BBC ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് രണ്ട് ഈ പറയുന്ന എന്താ പറയാ സാറ്റലൈറ്റ് ഇമേജുകൾ വെച്ചിട്ടാണ് ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നേ. ഒന്ന്, ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേയുള്ള അമേരിക്കയുടെ ബേസുകളുടെ ഒരു പിക്ചറും യുദ്ധത്തിന് ശേഷമുള്ള അമേരിക്കയുടെ ബേസുകളുടെ പിക്ചറും. നല്ല പളുങ്കുപാത്രം പോലെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ബേസുകള് യുദ്ധത്തിന് ശേഷം കരി പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് മൊത്തത്തിൽ തകർന്നിട്ട്. അപ്പോ ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലുള്ള ഈ പറയുന്ന ബേസുകള് ഒന്ന് നവീകരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അതൊന്ന് റീയൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തേണ്ടതായിട്ട് വരും. അതായത് ഇറാന് നമുക്ക് ഇനിയും നേരിടണമല്ലോ. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് ഒരു നോർമലൈസേഷൻ എന്തായാലും സാധ്യമല്ല. ഇതിങ്ങനെ നീണ്ടു പോവുകയും ചെയ്യും. അപ്പൊ ഇറാന്റെ ത്രെട്ടിനെ, ഭീഷണിനെ നമ്മൾ ഇനിയും നേരിടണം. മാത്രമല്ല ഈ ബേസുകളിലൊക്കെ കിടന്നിരുന്ന, ഹാങ്ങറുകളിൽ കിടന്നിരുന്ന യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഈ ബേസുകളിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പൊ എന്ത് ചെയ്യണം? ആ ബേസ് നന്നാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ബില്യൺ കണക്കിന് ഡോളർ ചെലവാകും. അപ്പോ അത് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഏതാണെന്നറിയോ? ഈ യുദ്ധം അവസാനിച്ച്, അതായത് ഈ യുദ്ധത്തിന്റെ അവസാനത്തിലോട്ട് ഇങ്ങനെ എത്തുന്നതിന്റെ അതേ സമയത്ത് വേറൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. താഡ്, പാട്രിയോട്ട് പോലെയുള്ള മിസൈലുകളുടെ ശേഖരം, അമേരിക്കയുടെ മിസൈലുകളുടെ ശേഖരം അവസാനിച്ചു. ആ ശേഖരങ്ങൾ ഏകദേശം തീർന്നു. ഏകദേശം 10-33% കുറവ് അവിടെ വന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ വീണ്ടും ഈ മിഡിൽ ഈസ്റ്റിനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ സോവറിനിറ്റി ഇറാനിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇനിയും വേണം താഡ്, വേണം ഇനിയും വേണം പാട്രിയോട്ട്. അപ്പോ ഈ മിസൈലുകള് ഇനി നിർമ്മിച്ചിട്ട് വേണം, നിർമ്മിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? ഈ പറയുന്ന ആർമിയിലോട്ട്, ഈ സ്ഥലങ്ങളിലോട്ട് അത് കമ്മീഷൻ ചെയ്യാൻ. അതിനും എന്ത് വേണം? ബില്യൺ കണക്കിന് ഡോളർ വേണം. അപ്പൊ അതിനും കൂടെയാണ് $88 ചോദിച്ചിരിക്കുന്നത്. പിന്നെ വേറെ എന്തിനൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അതായത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇറാന്റെ എന്താ പറയാ തുറമുഖങ്ങൾക്ക് നേരെ എന്ത് ഏർപ്പെടുത്തി? ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ അങ്ങ് ഉപരോധം ഏർപ്പെടുത്തി. ഇറാന്റെ തുറമുഖങ്ങളിലോട്ട് അങ്ങോട്ടൊരു കപ്പലിനെയും വിടൂല, ആ തുറമുഖങ്ങളിൽ നിന്ന് വരുന്ന ഒരു കപ്പലിനെ പുറത്തോട്ടും വിടൂല. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറെ യുദ്ധക്കപ്പലുകളും കുറെ ഡിസ്ട്രോയേഴ്സ് ഒക്കെ എന്ത് ചെയ്തു? ഈ പറയുന്ന പേർഷ്യൻ ഗൾഫിൽ അല്ലെങ്കിൽ ഈ അറബിക്കടലില് അങ്ങ് എന്ത് ചെയ്തു? വിന്യസിച്ച് വെച്ചിട്ടുണ്ട്. കുറെ എണ്ണത്തിനെ പല സ്ഥലങ്ങളിലും ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഇവിടതൊക്കെ വിന്യസിച്ച് വെച്ചേ. അപ്പൊ ഇതിലൂടെ കപ്പൽ പോകുന്നൊക്കെ നിരീക്ഷിക്കണ്ടേ? ഇറാനിലോട്ട് പോകുന്ന കപ്പലാണോ അതോ ഇത് ഗോസ്റ്റ് ഫ്ലീറ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടൊന്ന് തടയൊക്കെ വേണ്ടേ? ഇങ്ങനെ തടയാൻ വേണ്ടിയിട്ട് കുറെ പട്ടാളക്കാരെയും അതേപോലെ തന്നെ കുറെ കപ്പലുകളെയും ഈ പറയുന്ന അറബിക്കടലിൽ അങ്ങ് കൊടുന്ന് വിതറി വിട്ടിട്ടുണ്ട്. ഇവരുടെ ചെലവ്, ഇവർക്ക് ഓൾറെഡി ഭക്ഷണമില്ല, ഇവർക്ക് ഓൾറെഡി ക്യാരറ്റ് പുഴുങ്ങിയതും ഇറച്ചി കഷ്ണമാണ് കൊടുക്കുന്നതെന്നുള്ള റിപ്പോർട്ടുകള് യുദ്ധം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇവരെന്ത് ചെയ്യണം? ഇവിടുന്ന് എന്താ പറയാ റീലൊക്കേറ്റ് ചെയ്യണം.
തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് ആൾക്കാർ ഇടണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലേ? ഈ പറയുന്ന കപ്പൽ അനങ്ങാൻ തന്നെ ഒരു ഇച്ചിരി അങ്ങ് മുന്നോട്ട് നീങ്ങാൻ തന്നെ ഏകദേശം മില്യൺ കണക്കിന് ഡോളർ ചെലവാവും. അതിന്റെ ചെലവുണ്ട്, ഇല്ലേ? അറ്റകുറ്റപ്പണികളുടെ ചെലവുണ്ട്. അത് മാത്രമല്ല, വേറൊരു ഒരു കപ്പല് ഉള്ളില് മൊത്തം തീപിടുത്തൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ കത്തി ചാമ്പലായിട്ട് അവിടെ തിരിച്ചു കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇതും ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പൊ ഇതിനും എന്ത് വേണം? ബില്യൺ കണക്കിന് ഡോളർ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ 88 ബില്യൺ ഡോളർ എന്ത് ചെയ്തത്, ഈ കോൺഗ്രസിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഭാവിയിൽ ഇറാനിൽ നിന്നോ അതിന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്നോ ആക്രമണം ഉണ്ടായാൽ നേരിടാനുള്ള ബേസുകളുടെ സുരക്ഷ ശക്തിപ്പെടുത്താൻ. നോട്ട് ദ പോയിന്റ്. അതായത് ഇപ്പോ അമേരിക്കക്ക് ബഹ്റൈൻ, കുവൈത്ത്, സൗദി അറേബ്യ, UAE, ഖത്തർ പോലുള്ള രാജ്യങ്ങളിലുള്ള ബേസുകൾ പര്യാപ്തമല്ല. ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബേസുകൾ ഒന്നും തന്നെ പര്യാപ്തമല്ല. അവിടെയുള്ള ടെക്നോളജികൾ ഒന്നും തന്നെ പോരാ. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഇനി അപ്ഗ്രേഡ് ചെയ്യണം. കാരണം നമ്മൾ ഇന്നലെ ഒരു ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ത് ഈ പറയുന്ന ഒരു മെഷ് നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കുന്ന ഇറാന്റെ ഡ്രോണുകള്. അപ്പൊ ഈ ഡ്രോണുകള് ഈ പറയുന്ന റഡാർ കണ്ടെത്തി കഴിഞ്ഞാല് പോയി അടിച്ചിടും, അല്ലെ? 20 ലക്ഷം രൂപയുള്ള ഒരു ഡ്രോണിനെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് 3 കോടി വിലയുള്ള മിസൈൽ ആയിരിക്കും. ഇതാണ് പ്രശ്നം. അപ്പൊ ഇത് എന്ത് ചെയ്യണം? ഭാവിയില് ഇപ്പൊ ഇറാനിൽ നിന്നോ, അല്ലെങ്കിൽ ഇപ്പൊ യമനിലെ ഹൂത്തുകളിൽ നിന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ഇറാഖിലെ ഏതെങ്കിലും മിലീഷ്യ ഗ്രൂപ്പുകളിൽ നിന്നോ, സിറിയയിലെ ഏതെങ്കിലും മിലീഷ്യ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോ ഇതിനെ തടുക്കണം എന്നുണ്ടെങ്കിൽ അത് തടുക്കാൻ ഈ ബേസുകൾ ഒന്നും തന്നെ എന്തല്ല, സ്വയം പര്യാപ്തമല്ല. ഇനി ഇതിനെ അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ. അതായത് ഡെസ്പെറേറ്റ്ലി അത് എന്ത് ചെയ്യണം? അപ്ഗ്രേഡ് ചെയ്യണം. ഇത് അപ്ഗ്രേഡ് ചെയ്യാത്ത നിവൃത്തിയില്ല. ഇത് അപ്ഗ്രേഡ് ചെയ്യാത്തതും നിലവിലുള്ള ഈ സംവിധാനങ്ങൾ കൊണ്ട് ഇറാന്റെ നേരെ യുദ്ധം നടത്തിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതും തിരിച്ചറിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? കുടുങ്ങിയ സാമാനം വലിച്ചു ഊരിയിട്ട് പോയേ, അല്ലേ? അപ്പൊ ഇതാണ് പ്രശ്നം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ട്രംപിന്റെ കയ്യിൽ കാശില്ല, പോക്കറ്റ് കീറിയിരിക്കുക. അതായത് പോക്കറ്റ് നിറച്ച് കാശും കൊണ്ട് ഞങ്ങളുടെ അടുത്ത് അതുണ്ട്, ഇതുണ്ട്, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാനിലോട്ട് അന്ന് കയറി ചെന്നതാ. ഇറാൻ എന്ത് ചെയ്തു? ഈ പോക്കറ്റ് അങ്ങ് വലിച്ച് കീറി കൊടുത്തു. ആ കീറലാണ് നേരത്തെ പറഞ്ഞ 20 ലക്ഷത്തിന്റെ ഒരു ഡോളർ ഒരു ഡ്രോൺ അടിച്ചിടാൻ വേണ്ടിയിട്ട് 3 കോടിയുടെ ഒരു മിസൈൽ ഉപയോഗിക്കേണ്ട അവസ്ഥ. അത് കീറി. ഇനി ആ കീറിയത് തുന്നി ചേർത്ത് ഇനിയും കീറാതെ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താവണം? ഇനിയും കാശിറക്കണം. കാശിറക്കണം, എന്തെങ്കിലും വേണം. കാശ് ഇറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കോൺഗ്രസിൽ നിന്നും ഇച്ചിരി കാശിങ് കിട്ടണം. 88 ബില്യൺ ഡോളറാ. ഒന്നും രണ്ടും കാശല്ല, 88 ബില്യൺ ഡോളർ. അത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഹ്യൂജ് മണി, അല്ലെ? അപ്പൊ അത്രയും കാശ് വേണം. ആ കാശാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ സമാനം കൊടുങ്ങ മാത്രമല്ല ചെയ്തേക്കുന്നത്, പോക്കറ്റും കീറിയിട്ടുണ്ട് ഈ ഒരു യുദ്ധത്തിലൂടെ എന്നുള്ളത് ഇതോടുകൂടെ കാര്യങ്ങള് വെളിവായി എന്നുള്ളതാണ് പറയാനുള്ളത്.